ഫ്രഞ്ച് തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി ഇടതുപക്ഷ സഖ്യത്തിന്റെ മുന്നേറ്റം. ജൂലൈ 7 ഫ്രാൻസിൽ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് മറീൻ ലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ പരാജയപ്പെടുത്തി. 182 സീറ്റ് നേടി ഇടതുപക്ഷം ഒന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു. 163 സീറ്റുകൾ നേടി ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ സഖ്യം രണ്ടാമതെത്തി. തീവ്ര വലതുപക്ഷത്തിന് 143 സീറ്റുകളാണ് നേടാനായത്. 575 അംഗങ്ങളുള്ള ഫ്രഞ്ച് അധോസഭയിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ 289 സീറ്റുകൾ നേടണം. നിലവിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല എന്നതാണ് വസ്തുത. ഇനി എങ്ങനെയാണ് സർക്കാർ രൂപീകരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യൂറോപ്യൻ പാർലമെന്റിലെ തീവ്ര വലതുപക്ഷത്തിന്റെ വിജയത്തിന് പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അധോസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം രൂപം കൊണ്ടത്. ഫ്രാൻസിലെ ചില പ്രധാന ഇടതുപക്ഷ പാർട്ടികൾ ചേർന്ന സഖ്യമാണ് നാഷണൽ പോപ്പുലർ ഫ്രണ്ട്. ഫ്രാൻസ് അൺബൗഡ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, ഇക്കോളജിസ്റ്റ് പാർട്ടി, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്ലേസ് പബ്ലിക് എന്നിവയും മറ്റു ചെറിയ പാർട്ടികളും ഈ സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ സഖ്യത്തിന്റെ തലവൻ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വിജയം ഒരുമിച്ച് ആഘോഷിക്കുന്നതിന് പകരം സഖ്യത്തിലെ ഓരോ കക്ഷിയും അവരവരുടെ പാർട്ടി ആസ്ഥാനത്താണ് ആഘോഷിച്ചത്. സഖ്യത്തിലെ തീവ്ര ഇടതുപക്ഷമായ ഷോൺ-ലക് മെലാഷോയുടെ ഫ്രാൻസ് അൺബോർഡാണ് നിലവിൽ സഖ്യത്തിലെ സ്വാധീന ശക്തിയായി തുടരുന്നത്. 74 സീറ്റാണ് ഫ്രാൻസ് അൺബോർഡ് നേടിയത്. രാഷ്ട്രീയത്തിൽ നീണ്ട അനുഭവസമ്പത്തുള്ള നേതാവ് കൂടിയാണ് ഫ്രാൻസ് അൺബോർഡിന്റെ നേതാവായ ഷോൺ-ലക് മെലാഷോ. 35-ാം വയസ്സിൽ സെനറ്റ് അംഗമായ ഇദ്ദേഹം 2022 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തെത്തിയിരുന്നു. എന്നിരുന്നാലും മെലാഷോയ്ക്ക് ജനകീയ പിന്തുണ വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഖ്യത്തിലെ മറ്റൊരു പ്രധാന പാർട്ടിയായ പ്ലേസ് പബ്ലിക്കിലെ റാഫേൽ ഗ്ലക്സ്മാൻ ആണ് മറ്റൊരു പ്രമുഖ നേതാവ്. യൂറോപ്യൻ പാർലമെന്റ് അംഗം കൂടിയാണ് ഇദ്ദേഹം. ഗ്രീൻ പാർട്ടി നേതാവായ മറീൻ ടോൺലിയർ ആണ് സഖ്യത്തിലെ മറ്റൊരു പ്രധാന സ്വാധീന ശക്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഇടതുപക്ഷ സഖ്യത്തിന്റെ പ്രധാന ശബ്ദങ്ങളിലൊന്നായിരുന്നു മറീന്റേത്. മാക്രോണിന്റെ വിവാദമായ പെൻഷൻ പരിഷ്കരണങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്നും വിരമിക്കൽ പ്രായം 60 ആക്കുമെന്നുമാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. അധികാരത്തിലെത്തിയാൽ മിനിമം പ്രതിമാസ വേതനം 1600 യൂറോ ആയി ഉയർത്തുമെന്നും അവശ്യ ഭക്ഷണം, വൈദ്യുതി, ഗ്യാസ്, ഇന്ധനം എന്നിവയുടെ വില നിയന്ത്രിക്കുമെന്നും ന്യൂ പോപ്പുലർ ഫ്രണ്ട് പറയുന്നു. കൂടാതെ അധികാരത്തിലെത്തിയാൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് വേണ്ടി ആഹ്വാനം ചെയ്യുമെന്നും പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്നും ന്യൂ പോപ്പുലർ ഫ്രണ്ട് വാഗ്ദാനം ചെയ്യുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും സഖ്യം അറിയിച്ചിരുന്നു. അതേസമയം യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ച് UN മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ വോൾക്കർ ടർക്ക് തീവ്ര വലതുപക്ഷത്തിന്റെ വളർച്ച കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും കനത്ത വെല്ലുവിളിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. വളരെ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ മാസം യൂറോപ്യൻ പാർലമെന്റിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഒന്നാമതെത്തിയിരുന്നു. കൂടാതെ ഫ്രാൻസിലെ 1-ാം ഘട്ട വോട്ടെടുപ്പിലും തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്കായിരുന്നു മേൽക്കൈ. അവർ അധികാരത്തിലെത്തിയേക്കുമെന്ന് പോലും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിനിടെയാണ് വോൾക്കർ ടർക്കിന്റെ പ്രതികരണം. യൂറോപ്പിൽ വിദ്വേഷ പ്രസംഗവും വിവേചനപരമായ ആഹ്വാനങ്ങളും വർദ്ധിച്ചുവരുന്നു. വിദ്വേഷ പ്രസംഗത്തോടും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളോടും യാതൊരു സഹിഷ്ണുതയും ഉണ്ടാകരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമായി പറയേണ്ടതാണ്, വോൾക്കർ ടർക്ക് പറഞ്ഞു. ഓസ്ട്രിയൻ വംശജൻ കൂടിയായ അദ്ദേഹം ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മുമ്പും ശബ്ദമുയർത്തിയിട്ടുണ്ട്. 1930കളിൽ ജൂതവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു ഓസ്ട്രിയ. 1938 ശേഷം ജർമ്മനിയിൽ നാസികൾ നടത്തിയ കൂട്ടക്കൊലയിലും ഓസ്ട്രിയ സജീവമായി പങ്കെടുത്തിരുന്നു.